ഹലോ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്ന വീഡിയോ എന്താ അറിയുമോ? ഓട്ടടയില്ല പച്ചരി വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഓട്ടട. അത് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പം നല്ല സോഫ്റ്റായിട്ട്, നല്ല പൂ പോലെ, നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് ഉറപ്പൊന്നും ഇല്ലാത്ത ഓട്ടട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരക്കിലോ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് 1 കപ്പ് ചോറ് പിന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോറ് നിർബന്ധം, ചോറ് എന്തായാലും വേണ്ട. അതിന് ചോറില്ലെങ്കിൽ കുറച്ച് ഉറപ്പായിരിക്കും. പിന്നെ അതൊന്ന് ഒരു 3/4 ഭാഗം ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് തേങ്ങ, പിന്നെ ചെറിയ ജീരകം, 1 സ്പൂൺ ചെറിയ ജീരകം, 4-5 അല്ലി വെളുത്തുള്ളി, അല്ല ചെറിയുള്ളി കേട്ടോ. എന്നിട്ട് അതിട്ടൊന്ന് അതിട്ടതിന് ശേഷം അധികം അരയരുത് കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കാണണം, അല്ലെങ്കിൽ തേങ്ങ ചെറുതായിട്ട് ചിരവിട്ടാലും മതി കേട്ടോ. അതിലേക്ക് പിന്നെ ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ എത്രത്തോളം ഒഴിക്കുന്നത് അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കാം. വെള്ളം നമ്മൾ തീരെ വെള്ളം പോലെയും ആവരുത്, പിന്നെ ഭയങ്കര കട്ടിയിലും ആവരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുട്ട് നോക്കിയതിന് ശേഷം പിന്നെ അത് നമുക്ക് വെള്ളം പാകത്തിന് ഒഴിക്കുക കേട്ടോ. അറിയാത്തവരങ്ങനെ ചെയ്താൽ മതി. അപ്പം അറിയുന്നവരെന്തൊക്കെ അറിയാം. അങ്ങനെ കണ്ട ഈ ഒഴിക്കുന്ന കാണുന്നില്ലേ, ഒരു കട്ടിയിൽ വേണം വെള്ളം കേട്ടോ. അപ്പോൾ തേങ്ങയും ജീരകം എല്ലാം ഉള്ളതുകൊണ്ട് കട്ടിയായിട്ട് തോന്നും കേട്ടോ. ഇത് ഉണ്ടാക്കാൻ നല്ലത് അടുപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ അടുപ്പ് അങ്ങനെ കത്തിക്കാറില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് പുറത്തേക്ക് അങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അടുപ്പ് കത്തിക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഓട്ടട ഉണ്ടാക്കുന്ന ദിവസം ഞാൻ എന്തായാലും കത്തിക്കും. എന്ന് വെച്ചാൽ ഗ്യാസിൽ എങ്ങനെ നമ്മൾ ഇതാക്കിയാലും ശരിയാവില്ല. പിന്നെ എനിക്ക് വെച്ചാൽ അടുപ്പ് കത്തിക്കുന്നത് എനിക്കിഷ്ടമുള്ളൂ. ചോറാണെങ്കിലും അതുപോലെ കുടിക്കാൻ വെള്ളമൊക്കെ ആണെങ്കിലും അടുപ്പ് കത്തിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കത്തിച്ച് അടുപ്പ് നന്നായിട്ട് ചൂടാവണം കേട്ടോ. ചൂടാൻ ചുട്ടാൽ ശരിയാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കത്തിയിട്ട് എന്താക്കുക, അതിലേക്ക് ചട്ടി നന്നായിട്ട് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ വീണ്ടും അതേപോലെ ചട്ടി ഒന്ന് എടുത്തപാട് ഒഴിക്കുക. ഒന്ന് ചൂടായതിനു ശേഷം ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് അറിയാമല്ലോ, അങ്ങനെ ആവി വരുമല്ലോ കണ്ടോ. നന്നായിട്ട് സോഫ്റ്റ് നല്ല പൊന്തി വരും കേട്ടോ. അപ്പോൾ ചോറ് പിന്നെ അരി എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല രസമാണ് കേട്ടോ. മീൻ കറി ആണെങ്കിലും ഞാനിതിന് തേങ്ങ അരച്ച കടലക്കറി വെച്ചത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. പച്ചരിക്ക് തലേന്ന് കുതിർത്ത് വെക്കുക കേട്ടോ. 8 മണിക്കൂർ അങ്ങനെ കുതിർന്ന് വരണമായിരിക്കും. കുറവ് വശമാണെങ്കിൽ അധികം കരിയൊന്നും ചെയ്യാതെ ഉപ്പെടുക്കണം കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഒഴിക്കുക, എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻകറി ആണെങ്കിലും അതേപോലെ മീൻകറിയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. തേങ്ങ അരച്ച മീൻകറി ആണെങ്കിലും അങ്ങനെ മുളകിട്ട മീൻകറി ആണെങ്കിലും ഞാൻ കടലക്കറി തേങ്ങ അരച്ച് വെക്കുക കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. പിന്നെ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ എല്ലാവർക്കും